ഗുഡ് മോർണിംഗ്. ഞാൻ ഓഡിബിൾ ആണോ? അശ്വിൻ യാദവ്. സാറേ ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ, so in the last class we were discussing about how memory unit communicate with the multiple registers. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അഭിഷേക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അഭിഷേക്. നിവേദ്യ കെ സി സ്ക്രീൻ കാണുന്നില്ലേ? നിവേദ്യ സർ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. സർ എക്സ്പ്ലെയിൻ ചെയ്യാനാണോ? ജസ്റ്റ് കോമ്പണൻസ് എന്താ ടാസ്ക് എന്ന് പറഞ്ഞാൽ മതി. ലെഫ്റ്റ് സൈഡ് we have for address registers. So address is identified by multiplexer. That address is passed to memory unit through address bus. Then read signal performed. Content of memory fed to B0 or B1 or B2. Operation perform ചെയ്യുമ്പം destination identified by destination decoder. Then data write ചെയ്യുമ്പം എന്ത് ചെയ്യും? നിവേദ്യ പറഞ്ഞേ, how to write a data. ഡെസ്റ്റിനേഷൻ കോഡിൽ നിന്ന് ലോഡ് സിഗ്നല് ഏതെങ്കിലും ഒരു B0 അല്ലെങ്കിൽ B1 B2 അതിൽ നിന്ന് സിഗ്നൽ പോയിട്ട് അത് മൾട്ടിപ്ലെക്സറിലെത്തും. എന്നിട്ട് ആ മൾട്ടിപ്ലെക്സറിന് വരുന്ന ഇൻപുട്ട് സിഗ്നല് മെമ്മറി യൂണിറ്റിൽ പോയിട്ട് അവിടെ റൈറ്റ് ചെയ്യും. യെസ്. സോ B0, B1, B2, B3 ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. കണ്ടന്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? വിത്ത് ദി ഹെൽപ്പ് ഓഫ് മൾട്ടിപ്ലെക്സർ. 2 സെലക്ട് ഉണ്ട്, 00, 01, 10 ആൻഡ് 11. ദർബൈ നമുക്ക് 4 സെലക്ട് ചെയ്യാം. ഡാറ്റ ത്രൂ ഡാറ്റ ബസ് പോയിട്ട് മെമ്മറിയിൽ റൈറ്റ് ആവും വിത്ത് ദി ഹെൽപ്പ് ഓഫ് റൈറ്റ് സിഗ്നൽ. ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. മെമ്മറി ഓപ്പറേഷൻസ്. ഇന്നത്തെ സൈഡ് ഹെഡിങ് എഴുതാം. അരിത്തമെറ്റിക്, ലോജിക് ആൻഡ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ. അരിത്തമെറ്റിക്, ലോജിക് ആൻഡ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ നമ്മൾ എന്താ പറയുന്നത്? മൈക്രോ ഓപ്പറേഷൻസ് മീൻസ് ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ രജിസ്റ്റേഴ്സ്. വൺ ടൈപ്പ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ അരിത്തമെറ്റിക്, ലോജിക് ആൻഡ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷൻ. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഹൈഫണിട്ട് എഴുതാം: അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഇൻക്രിമെന്റ് ഓപ്പറേഷൻ, ഡിക്രിമെന്റ് ഓപ്പറേഷൻ, അരിത്തമെറ്റിക് ഷിഫ്റ്റ്. അരിത്തമെറ്റിക് ഷിഫ്റ്റ്. ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടാവും, കോമ്പണൻസ് എങ്ങനെയാണ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും പെർഫോം ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ പാരലലി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. പാരലൽ സബ്സ്ട്രാക്ഷൻ ത്രൂ ആണ് നമ്മൾ ഡിവിഷൻ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഇവിടെ ലിസ്റ്റ് ചെയ്യാത്തത്. നോർമലി ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. പാരലൽ ആഡേഴ്സ് യൂസ് ചെയ്തിട്ട് 3 into 5 എന്ന് പറയുന്നത് 3 times 5 ആഡ് ചെയ്താൽ മതി. ഡിവിഷനും നമുക്ക് ത്രൂ സബ്സ്ട്രാക്ഷൻ പെർഫോം ചെയ്യാം. സോ ഐഡന്റിഫൈഡ് അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷൻസിൽ ഇത്രയും ഓപ്പറേഷൻസ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഫാത്തിമ, റംഷാദ ക്ലിയർ ആണോ? പ്രിൻസ്, തുളസി,
സർ. ഞാൻ 20. ഓക്കെ ഫ്രണ്ട്സ്, 24 സ്റ്റുഡൻസേ ഉള്ളൂ ക്ലാസ്സിൽ. ദെൻ നെക്സ്റ്റ് ലൈനിൽ എഴുതാം എഫ് റിവേഴ്സ് ആരോ എ പ്ലസ് ബി. അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എഫ് റിവേഴ്സ് ആരോ, ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു, റിവേഴ്സ് ആരോ എ പ്ലസ് ബി. വിച്ച് മീൻസ് കണ്ടന്റ് ഓഫ് രജിസ്റ്റർ എ. വി ആർ പെർഫോമിംഗ് മൈക്രോ ഓപ്പറേഷൻ. മൈക്രോ ഓപ്പറേഷൻ രജിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സോ ഹിയർ എ റെപ്രസെന്റിങ് എ രജിസ്റ്റർ ആൻഡ് ബി ഈസ് റെപ്രസെന്റിങ് അനദർ രജിസ്റ്റർ. ആക്ഷൻ ഈസ് അഡീഷൻ. സോ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ എ added with the content of register B and placing the result into another register F. F is also a register. അപ്പം നിങ്ങൾ എഴുതി വെക്കുക, എഫ് റിവേഴ്സ് ആരോ എ പ്ലസ് ബി മീൻ ചെയ്യുന്നത് കണ്ടന്റ് ഓഫ് എ ആഡ് വിത്ത് കണ്ടന്റ് ഓഫ് ബി, ബോത്ത് ആർ രജിസ്റ്റേഴ്സ്, ആൻഡ് റിസൾട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ടു അനദർ രജിസ്റ്റർ എഫ്. ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ക്ലിയർ അല്ലേ വൈഷ്ണവി? നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ആ ടേബിളിലെ കണ്ടന്റ്സ് ഒന്ന് നോക്കുക. ഇൻ ഓർഡർ ടു പെർഫോം അഡിഷൻ, നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ റെപ്രസെന്റിങ് എഫ് റിവേഴ്സ് ആരോ എ പ്ലസ് ബി, കണ്ടന്റ് ഓഫ് എ പ്ലസ് കണ്ടന്റ് ഓഫ് ബി ആൻഡ് റിസൾട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു എഫ്. ഇനി ഹൗ ടു പെർഫോം സബ്സ്ട്രാക്ഷൻ. സബ്സ്ട്രാക്ഷൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്ത് പറയും? പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ടൂസ് കോംപ്ലിമെന്റ് ആഡ് ചെയ്യുന്നതാണ് ബൈനറി നമ്പേഴ്സിന്റെ കേസിൽ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ ഈ കാര്യം? നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യാൻ നമ്പറിന്റെ ഫസ്റ്റ് വൺസ് കോംപ്ലിമെന്റ് കാണാം, ദെൻ ടൂസ് കോംപ്ലിമെന്റ് കാണാം. ടൂസ് കോംപ്ലിമെന്റ് ഫസ്റ്റ് നമ്പറോട് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്ട്രാക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? മിൻഹജ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പം നിങ്ങൾ അറിയുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. അനുപമ, ടൂസ് കോംപ്ലിമെന്റ് ആഡ് ചെയ്താൽ മതി സബ്സ്ട്രാക്ട് ചെയ്യാന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടോ? ഞാൻ ഇത്രയും പേർക്ക് അറ്റൻഡൻസ് തരുള്ളൂ കേട്ടോ. ഞാനിതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇനി ആര് വന്നിട്ടും കാര്യമില്ല. 33 സ്റ്റുഡൻസേ ഉള്ളൂ എൻ്റെ ക്ലാസ്സിൽ. അഖിൽ കെ, ബാക്കിയുള്ളവരോട് പറയാം 9:50 ആകുമ്പം അഖിൽ സാർ അറ്റൻഡൻസ് എടുത്തെന്ന് പറയാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഒന്നുകിൽ നിങ്ങൾ വന്ന പിള്ളേരെ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ലേറ്റ് ആയതാണ്. ദെൻ നെക്സ്റ്റ് എഴുതാ ടു പെർഫോം സബ്സ്ട്രാക്ഷൻ. ടു പെർഫോം സബ്സ്ട്രാക്ഷൻ add two's complement of b with a. Add two's complement of b with a. ഈ പോയിന്റുള്ള ആ ലൈൻ അവിടെ എഴുതി വെക്കുക. എഫ് റിവേഴ്സ് ആരോ എ പ്ലസ് ബി ബാർ പ്ലസ് 1. ഈ
പോയിന്റ് ഉള്ള ലൈൻ ഒന്ന് എഴുതി വെക്കുക. എ പ്ലസ് ബി ബാർ പ്ലസ് 1. എ പ്ലസ് ബി ബാർ പ്ലസ് 1. ബി ബാർ മീൻ ചെയ്യുന്നത് കോംപ്ലിമെന്റ് ആണ്. The last line to increment content of register A by 1. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് കണ്ടന്റ് ഓഫ് ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിക്രിമെന്റ് ചെയ്താൽ മതി. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ക്ലിയർ ആണോ? രോഹിത് രമേശ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇനി ഒരു ചെറിയൊരു റെപ്രസെന്റേഷൻ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നോക്കുക. ഹിയർ വി ഹാവ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് ത്രൂ പാരലൽ ആഡേഴ്സ് ആണെന്ന് നമുക്കറിയാം. ത്രൂ പാരലൽ ആഡേഴ്സ് ആണ് ഉണ്ടാവുക ഇൻസൈഡ് ദി കമ്പ്യൂട്ടർ. അപ്പം എ പ്ലസ് ബി പെർഫോം ചെയ്യാൻ വേണ്ടി എന്താണ് ആക്ഷൻ നടക്കുന്നത് നോക്കാം. കണ്ടന്റ് ഓഫ് രജിസ്റ്റർ ബി ഈസ് പാസ്ഡ് ടു പാരലൽ ആഡർ. അതുപോലെ തന്നെ കണ്ടന്റ് ഓഫ് എ ലോഡഡ് ഇൻ ടു പാരലൽ ആഡർ. എ പ്ലസ് ബി പെർഫോം ചെയ്യാൻ അതിന്റെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്പോസ് എയിലേക്കാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പൊ നമുക്ക് കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്. T2 എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ ഉണ്ട്. T2 കൺട്രോൾ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഫസ്റ്റ് കോമ്പോണന്റ് വിച്ച് മീൻസ് രജിസ്റ്റർ ബി ലോഡഡ് ഇൻ ടു പാരലൽ ആഡർ. നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ എ ലോഡഡ് ഇൻ ടു പാരലൽ ആഡർ. ദെൻ പെർഫോം അഡീഷൻ അനദർ ക്ലോക്ക് സൈക്കിൾ. ദെൻ നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ. ഓരോ ക്ലോക്ക് സൈക്കിളിലും ഓരോ ടാസ്ക് മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം T2 ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. B loaded into parallel adder, then content of A loaded into parallel adder, then നമുക്ക് addition perform ചെയ്യാം. റിസൾട്ട് എന്ത് ചെയ്യുന്നു? രജിസ്റ്റർ എയിലേക്ക് സ്റ്റോർ ആവുന്നു. ഇനി T5 എന്ന് പറയുന്നത് അനദർ സിഗ്നൽ ആണ്, കൺട്രോൾ സിഗ്നൽ ആണ്. അതെന്ത് ചെയ്യുന്നു? കണ്ടന്റ് ഓഫ് രജിസ്റ്റർ എ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു T5 എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നലിനെ യൂസ് ചെയ്യാം. ഈ ഒരു ഡയഗ്രാം ഒന്ന് നോട്ട് ചെയ്യാം. പെട്ടെന്ന് വരച്ചോ, കാരണം അത്രയല്ലേ ഉള്ളൂ. രജിസ്റ്റർ ബി പാരലൽ ആഡർ, ദെൻ രജിസ്റ്റർ എ. റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് രജിസ്റ്റർ എയിൽ തന്നെയാണ്. റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് രജിസ്റ്റർ എയിൽ. എന്നിട്ട് എഴുതാം T2 കൺട്രോൾ സിഗ്നൽ. T2 സിഗ്നൽ add the content of register B, add the content of register B to content of register A, with the content of register A. Content of register A and result placed into register A, and the result placed into register A. Then T5 increment the register A with a counter. T5 increment register A with a counter means നമുക്ക് വാല്യൂസ് ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റും വിത്ത് T5. ഓക്കെ, റാസി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എന്താ മനസ്സിലായത്? ഇത്രയും മനസ്സിലാക്കുക. വി ആർ പെർഫോമിംഗ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഇൻസൈഡ് ദി കമ്പ്യൂട്ടർ. മീൻസ് നമുക്ക് ALUവിൻ്റെ ഉള്ളിൽ പാരലൽ ആഡേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പം ഇൻപുട്ട് ത്രൂ പാരലൽ ആഡേഴ്സ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്.
അഡീഷൻ പെർഫോം ചെയ്യാൻ കണ്ടൻസ് നമ്മൾ ആഡ് ചെയ്യും. സബ്സ്ട്രാക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് 2's കോംപ്ലിമെന്റ് ആഡ് ചെയ്താൽ മതി. ചെറിയൊരു റെപ്രസെന്റേഷൻ ആണ് പെർഫോമിങ് A+B. പാരലൽ ആർഡർ അവിടെ ഉണ്ട്. ദെൻ കണ്ടൻസ് പാരലൽ ആർഡറിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ആഫ്റ്റർ പെർഫോമിംഗ് ഓപ്പറേഷൻ യൂസിങ് ലോഡ് സിഗ്നൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ റിസൾട്ടിനെ രജിസ്റ്റർ എയിലേക്ക് പ്ലേസ് ചെയ്യാം. കൺട്രോൾ സിഗ്നൽസ് ആണ് ഓരോ ഇൻഡിവിജ്വൽ മൈക്രോ ഓപ്പറേഷൻസിനും ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഋഷികേഷ്, ഋഷ്വിൻ. ഓക്കെ, നെക്സ്റ്റ് എഴുതാം ലോജിക് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് എഴുതാം. ലോജിക് മൈക്രോ ഓപ്പറേഷൻസ്. സിഷാജ് പറഞ്ഞ വാട്ട് ഈസ് ലോജിക് മൈക്രോ ഓപ്പറേഷൻ? നിങ്ങൾ 50 പിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. സിഷാജ്, വാട്ട് ഈസ് ലോജിക് മൈക്രോ ഓപ്പറേഷൻ? നിങ്ങൾക്ക് മിണ്ടായിരിക്കാൻ എങ്ങനെ പറ്റുന്ന? യാദവ്, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യാദവ്, ലോജിക് മൈക്രോ ഓപ്പറേഷൻസ് എന്താ? തുളസി, ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ ബൈനറി വാല്യൂസ്. യെസ്, ആൻഡ് ഓർ. യാ, നിങ്ങൾക്ക് മൈക്ക് ഓണാക്കി പറയാൻ എന്താ ബുദ്ധിമുട്ട്? സെക്കൻഡ് മൊഡ്യൂൾ ആയി, നിങ്ങൾ അവസാനം വരെ ഈ ചാറ്റ് ബോക്സിലും റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കാന്നാണ് നിങ്ങളുടെ വിചാരം. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, സംസാരിച്ചേ. ഓക്കെ, പറഞ്ഞ എന്താ ലോജിക് മൈക്രോ ഓപ്പറേഷൻ? മണ്ടന്മാരായി പോകും പിള്ളേരെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ മിണ്ടാതെ സ്റ്റാഫായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ ഒന്നും പറയാതെ ഇങ്ങനെ ഊമകളായിട്ട് ഇരുന്ന് അവസാനം നിങ്ങളെ തന്നെ നശിപ്പിക്കണം 6 മാസം കൊണ്ട്. എന്നിട്ട് ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് വരുമ്പം ഒന്നും സംസാരിക്കാണ്ട് മണ്ടന്മാരെ പോലെ ഇരിക്കേണ്ടി വരും. നിങ്ങൾ സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് റെക്കോർഡഡ് ആണ്, എനിക്കറിയാം. ഞാൻ ചീത്ത പറയും, വിഷയമല്ല. ഋഷികേഷ്, ഋഷ്വിൻ, എല്ലാ ആമ്പിള്ളേരാണ്. എല്ലാവർക്കും വീട്ടിൽ നെറ്റും ഫോണും വൈഫൈയും എല്ലാം ഉണ്ടാവും. എന്നിട്ടും ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങളവിടെ ആരും ഒരു കാര്യം പറയാത്തോണ്ടാണോ നിങ്ങൾ ഒന്നും റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത്? നിങ്ങൾ ക്ലാസ്സിലാണേലും വീട്ടിലാണേലും നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് തന്നെയാണ്. മിഥുൻ മോഹൻ, ലോജിക് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വെറും മണ്ടന്മാരാണെന്ന് ഞാൻ വേണേൽ തെളിയിച്ചു തരാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എക്സ്ക്ലൂസീവ് ഓർ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന്? S4 സ്റ്റുഡൻസ് ആണ്, ബിടെക് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ലിയാന മറിയം, ഒന്ന് പറഞ്ഞ ഡിഫറെന്റ് മെമ്മറി ഹൈറാർക്കി എന്തൊക്കെയാണ്? ലിയാന മറിയം, ഒന്ന് ഓൺലൈൻ വാ. മെമ്മറി, ക്യാഷ് മെമ്മറി എന്താണെന്ന് ആർക്കെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുമോ? റാം എന്താണെന്ന് പറയാൻ പറ്റുമോ? ഫസ്ന അബ്ദുൽ ലത്തീഫ്. ഒരാള് സംസാരിക്കുന്നില്ല. സർ, പറഞ്ഞോ. സർ ക്യാഷ് മെമ്മറി എന്താണെന്ന് പറയാം. ക്യാഷ് എന്താണെന്ന് പറഞ്ഞു. ഒരു ബഫർ ടൈപ്പ് ആണ്, നമ്മളെ റാമിനും CPU-നും അടക്കം വർക്ക് ചെയ്യുന്ന സംഭവം. ഫാസ്റ്റ് മെമ്മറി ടൈപ്പ് ആണത്. ഫാസ്റ്റ് മെമ്മറി ആണ്, വെരി ക്ലോസ് ടു പ്രോസസർ ആണ്, ഫ്രീക്വന്റ്ലി ആക്സിങ് ഡാറ്റയാണ് ക്യാഷിൽ വെക്കുക, കോസ്റ്റ്ലി ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങളെ ക്ലോസ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ അവർ സിമ്പിൾ ആണെന്ന് കരുതി വാട്ട് ഈസ് റാം ആൻഡ് വാട്ട് ഈസ് ക്യാഷ് എന്ന് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇത് ചോദിക്കില്ല എന്ന് ചോദിച്ചാൽ അത് സ്കിപ്പ് ചെയ്തു പോകും. ചിലപ്പോൾ അത് കഷ്ടകാലത്തിന് ചോദിക്കും. അപ്പം നമ്മൾ ഏത് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ പഠിക്കണം. നിങ്ങൾ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മിനിമം ഒരു 25 ആളങ്ങ് റെസ്പോണ്ട് ചെയ്യണ്ടേ? കാരണം അർപ്പിതനെ വിളിച്ചു, അർപ്പിത റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ അരുന്ധതിനെ വിളിക്കുമ്പോൾ അരുന്ധതി റെസ്പോണ്ട് ചെയ്യണം.
നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ ഇത് സിമ്പിൾ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് പ്രിൻസിപ്പൽ സാറും അല്ലെങ്കിൽ അനിത മാം അടക്കം മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ചിലപ്പം അവരിതിൽ ആഡ് ആയിട്ടുണ്ടാവും, പറയാൻ പറ്റൂല. നിങ്ങൾ പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യണം കുട്ടികളെ. ഇതെന്താണ് അർപ്പിത് വല്ലപ്പോഴും റെസ്പോണ്ട് ചെയ്യും. ഋതുൽ എം പി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ദെൻ ലോജിക് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫറെന്റ് ലോജിക് ഓപ്പറേഷൻസ് ഇൻക്ലൂഡ് അരിത്തമെറ്റിക് അഡിഷൻ, സോറി ഓർ ഓപ്പറേഷൻ, ആൻഡ് ഓപ്പറേഷൻ, എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ. അപ്പം ഇൻഡിവിജ്വൽ ബിറ്റ്സിനെ, കണ്ടന്റ് ഓഫ് രജിസ്റ്ററിലെ ഇൻഡിവിജ്വൽ ബിറ്റ്സിനെ നമ്മൾ ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. സപ്പോസ് എക്സ്ക്ലൂസീവ് ഓർ ആണ് റെപ്രസെന്റഡ് ബൈ, എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ഓറിനെ റെപ്രസെന്റ് ചെയ്യുക? എ പ്ലസ് സിമ്പിൾ along with the circle. അതാണ് എക്സ്ക്ലൂസീവ് ഓറിന്റെ റെപ്രസെന്റേഷൻ. നിങ്ങൾ നോക്കുക ഇൻഡിവിജ്വൽ ബിറ്റ്സ്. സപ്പോസ് വി ഹാവ് 1010 ആൻഡ് ബി ഈസ് 1100. വി ആർ പെർഫോമിംഗ് എക്സ്ക്ലൂസീവ് ഓർ. അപ്പം മീൻ ചെയ്യുന്നത് എന്താ? 00 വന്നു കഴിഞ്ഞാൽ, അതായത് 1ഉം 0യും വരുമ്പോൾ എപ്പോഴും റിസൾട്ട് എന്തായിരിക്കും? എ ഡാഷ് ബി പ്ലസ് ബി ഡാഷ് എ ആണ് എക്സ്ക്ലൂസീവ് ഓറിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ ഓപ്പോസിറ്റ് സിഗ്നൽ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? റിസൾട്ട് 1 ആയിട്ട് ഉണ്ടാവുള്ളൂ. 1 വന്നാലും 00 വന്നാലും റിസൾട്ട് 0 ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇൻ ദി കേസ് ഓഫ് എക്സ്ക്ലൂസീവ് ഓർ മീൻസ് എ ഡാഷ് ബി പ്ലസ് ബി ഡാഷ് എ ആണ്. ഓക്കെ, അപ്പം താങ്ക് യു. ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. അപ്പം 1010 1100 വി ആർ പെർഫോമിംഗ് എക്സ്ക്ലൂസീവ് ഓർ. ബിറ്റ് ബൈ ബിറ്റ് ആണ് ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ദെൻ റിസൾട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടോ? സെയിം സിഗ്നൽ ആകുമ്പോൾ 1ഉം വന്നു കഴിഞ്ഞാൽ റിസൾട്ട് വിൽ ബി 0. ഓപ്പോസിറ്റ് സൈൻ 0 along with 1 വന്നാൽ റിസൾട്ട് വിൽ ബി 1. 1ഉം 0യും വന്നാൽ 1. 00 ആണെങ്കിൽ 0. ഒന്നുകൂടി പറയാം, പെർഫോമിംഗ് എക്സ്ക്ലൂസീവ് ഓർ എ ഡാഷ് ബി പ്ലസ് ബി ഡാഷ് എ ആണ് എ എക്സോർ ബി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എഴുതാം, ഡിഫറെന്റ് ലോജിക് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡ്. ഡിഫറെന്റ് ലോജിക് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡ്. കണ്ടോ? ആ ടാസ്ക് റെപ്രസെന്റ് ബൈ റിവേഴ്സ് ആരോ ആണ്. എ റിവേഴ്സ് ആരോ എ ഡാഷ്, വിച്ച് മീൻസ് എ കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റ്. എയിൽ ഓൾറെഡി ഒരു ഡാറ്റ ഉണ്ടെന്ന് കരുതുക. നമ്മൾ എ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഡാറ്റ അവൈലബിൾ ഇൻ എ എന്ത് ചെയ്യും? കോംപ്ലിമെന്റ് ആയി പോവും. അതായത് 111 ആയിരുന്നു ഡാറ്റ എങ്കിൽ ഗോസ് ടു 000 ആയി പോവും. റെപ്രസെന്റഡ് ബൈ ഫസ്റ്റ് റെപ്രസെന്റേഷൻ എഴുതാം, എ കോംപ്ലിമെന്റ്. ഓക്കെ, താങ്ക് യു. സാറേ സ്മോൾ ഡൗട്ട് ആർക്ക് ചോദിച്ചോ? സാർ അപ്പോ 01 വരുമോ? എവിടത്തെ കേസാണ് ചോദിച്ചത്? ഓപ്പറേഷൻ രജിസ്റ്ററിൽ എങ്ങനെയാ പുട്ട് ഫോർവേഡ് ആവും? എടാ എന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഓപ്പറേഷൻ രജിസ്റ്ററിൽ എങ്ങനെയാ പുട്ട് ഫോർവേഡ് ആവുക? ഓക്കെ, നമുക്ക് ലാസ്റ്റ് എൻഡ് ഓഫ് ദി ക്ലാസ് നീ ചോദിച്ചോ. ഓക്കെ, നീ അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചോ. ഹലോ ഓക്കെ, ആ ഹലോ ചോദിച്ചു. ആ ഓക്കെ സാർ, ഈല് എന്താ പറയാ, ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നില്ലേ, ആ കോംപ്ലിമെന്റ് ഒപ്റ്റെയിൻ ചെയ്യാൻ എന്നാ ചെയ്യാ രജിസ്റ്ററിന്? ഓക്കെ, നമ്മൾ നോർമലി എങ്ങനെ എക്സോർ ഡയഗ്രാം വരക്കുമ്പോഴാണോ? ആ ആ ഓക്കെ, അപ്പൊ അത് എക്സോർ എന്ന് പറയുന്ന ഗേറ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് പണ്ട് വരച്ച ഓർമ്മ ഉണ്ടാവും. എക്സോർ വരക്കുമ്പം ആൻഡിന്റെ മുമ്പിൽ ഒരു കോംപ്ലിമെന്റ് അങ്ങനെയുള്ള ഒരു ഡയഗ്രാം ഉണ്ടായിരുന്നു, ആഹാ നോട്ട് ഗേറ്റ് ഉള്ള. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന്, നമ്മൾ ഓൺലൈനിലാണല്ലോ ഉള്ളത്, വേണമെങ്കിൽ റെപ്രസെന്റേഷൻ കാണിച്ചു തരാം. ഓക്കെ.
XOR implement with ഇങ്ങനെയുള്ള നമ്മളെ കമ്പ്യൂട്ടേഴ്സിൽ ഗേറ്റ് സാർ റെപ്രസെന്റ് ചെയ്യുന്നതിൽ അപ്പൊ ഇതെല്ലാം രജിസ്റ്റേഴ്സിന്റെ ഉള്ളിലാണോ ഉണ്ടാവുക ഈ സ്ട്രക്ചർ? അല്ല, നമ്മളെ പെർഫോം ചെയ്യുന്നത് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്റ്റോറേജ് പാർട്ട് മാത്രമാണ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ് നമ്മുടെ ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ കണ്ടന്റ് നമ്മുടെ ALU വരും. ALU എന്ന് പറയുന്നത് ഇതുപോലെ കണ്ടോ, ഈ ഒരു റെപ്രസെന്റേഷനിൽ കണ്ടോ, AX or B റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ദർ വിൽ ബി നോട്ട് സിഗ്നൽ, നോട്ട് ഗേറ്റ് ഒക്കെ വെച്ചിട്ടാണ് എല്ലാ ഇൻഡിവിജ്വൽ കോമ്പോണൻസും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്തേക്കുന്നത്. സോ XOR നമുക്ക് ഈ ഒരു ഡയഗ്രം നോക്കുക. XOR നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് വരാം. സപ്പോസ് A and B ആർ ഇൻപുട്ട്. നിങ്ങൾ പറഞ്ഞ പോലെ, അർപ്പിത് പറഞ്ഞ പോലെ, B കോംപ്ലിമെന്റ് കിട്ടാൻ ഓട്ടോമാറ്റിക്കലി അത് പാസ് ചെയ്യുന്നത് നോട്ട് ഗേറ്റ് ത്രൂ നോട്ട് ഗേറ്റ് ആണ്. ദെൻ ഇങ്ങനെയാണ് ഇൻപുട്ട്. നമുക്ക് ഇങ്ങനെയുള്ള ലോജിക്കൽ കണക്ഷൻസ് ആണ് നമുക്ക് ഫൈനലി A എക്സ്ക്ലൂസീവ് Bക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരുന്നത്. ഓക്കെ അല്ലേ? ഈ സംഭവം ഉള്ളത് എവിടെയാണ്? ഈ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? ALU-ലാണ് ഉള്ളത്. ഓക്കെ, ദെൻ നമ്മളെ സ്ലൈഡിലേക്ക് വരാം. ഇപ്പൊ അർപ്പിത് പറഞ്ഞ പോലെ തന്നെ ഇപ്പം A കോംപ്ലിമെന്റ് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലായി. കണ്ടന്റ് ഓഫ് A നോട്ട് ത്രൂ നോട്ട് ഗേറ്റ് വന്നു കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് A കോംപ്ലിമെന്റ്. റിസൾട്ട് ഈസ് സേവ്ഡ് ബാക്ക് ഇൻ ടു രജിസ്റ്റർ A. ഇതിനെ നമ്മൾ കോംപ്ലിമെന്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് വി ആർ ഫെമിലിയർ വിത്ത് ഓർ ഗേറ്റ് പെർഫോം ചെയ്യുന്നത്. കണ്ടന്റ് ഓഫ് A ഓർ വിത്ത് ലോജിക്കൽ ഓർ വിത്ത് കണ്ടന്റ് ഓഫ് B, റിസൾട്ട് ഗോസ് ടു F. F ഈസ് ഓൾസോ അനദർ രജിസ്റ്റർ. ദെൻ ആൻഡ് ഗേറ്റ് F അനദർ രജിസ്റ്റർ. ഇത് ക്ലിയർ അല്ലേ റംഷാദ? യെസ്, റെസ്പോൺസിന് താങ്ക്സ്. ദെൻ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് നോക്കുക. ഡിഫറെന്റ് ലോജിക് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ, ലോജിക് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമ്മൾ ഇവിടെ കണ്ടോ, ലോജിക് ഓപ്പറേഷനിൽ വരുന്ന ടാസ്ക് തന്നെയാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് റൈറ്റ്. അതെന്താണെന്ന് നമുക്ക് പറയാം. ഷിഫ്റ്റ് ലെഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് റൈറ്റ്, ഷിഫ്റ്റ് ലെഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഒരു ചെറിയ റെപ്രസെന്റേഷൻ കാണിച്ചു തരാം. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ഇൻപുട്ട് ഉണ്ടെന്ന് എഴുതാം, 1 0 0 0. നമ്മൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സപ്പോസ് വി ആർ ഷിഫ്റ്റിംഗ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ 1 അങ്ങ് പോവും. നമുക്ക് എന്തായി പോകും? റിസൾട്ട് 0 0 0 ആയി പോവും. അതായത് ഈ ഒരു ഡാറ്റ എന്ത് ചെയ്യുന്നു? ഇയാൾ പുറത്തേക്ക് അങ്ങ് പോകുന്നു. ഈ ഒരു പ്ലേസിലേക്ക് ആര് വരുന്നു? 0 വന്ന് ഇൻക്ലൂഡ് ആവുന്നു. ഇതാണ് നമുക്ക് ഷിഫ്റ്റ് ലെഫ്റ്റ്. ഷിഫ്റ്റ് ലെഫ്റ്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? അതിനെ ഒന്നും കൂടി ഷിഫ്റ്റ് റൈറ്റ് ചെയ്താലോ? ഷിഫ്റ്റ് റൈറ്റ് ചെയ്താൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഡാറ്റ തന്നെയാണ് നമ്മൾ ഷിഫ്റ്റ്. ഫസ്റ്റ് ഡാറ്റ തന്നെയാണോ സെക്കൻഡ് ഡാറ്റ തന്നെയാണോ? സെക്കൻഡ് കിട്ടിയ. ഓക്കെ, ഇതിനെ ഷിഫ്റ്റ് റൈറ്റ് ചെയ്താൽ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല. ഈ 0 അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. റിസൾട്ട് വിൽ ബി 0 0 0. അപ്പൊ പോയ 1-നെ കിട്ടൂല? ഇല്ല, അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒന്ന് ഒമിറ്റ് ആയി പോയിട്ടാണെന്ന് പറയാം, ഇറേസ് ആയി പോയി എന്നാണ് പറയാം. ഇതെല്ലാം ഷിഫ്റ്റ് ഓപ്പറേഷൻ നടക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സിലാണ്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് ആണ് എങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് വിൽ ഡിസ്കാർഡ് ആയി പോകും, നമുക്ക് കിട്ടാതെ പോകും. ദെൻ ആ കണ്ടന്റ് ഓഫ് അപ്പോൾ ഉണ്ടാകുന്ന പ്രസന്റ് സ്റ്റേറ്റ് 0 0 ആയിരിക്കും. എഗെയിൻ ഈ റിസൾട്ടിനെ നമ്മൾ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ ആ ഡാറ്റേനെയാണ് നമ്മൾ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുക. ഇതിങ്ങനെ വരും. ഓക്കെ, ഇനി ഷിഫ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട വേറൊരു കാര്യമാണ് ഷിഫ്റ്റ് റൊട്ടേറ്റും ഷിഫ്റ്റ് ലെഫ്റ്റ് റൊട്ടേറ്റും റൈറ്റ് റൊട്ടേറ്റും. അത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. അതായത് 1 0 0 1 ആണെന്ന് കരുതാം.
ഇയാളെ നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് എന്താ സംഭവിക്കാന്നറിയോ? ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരും. അതായത് റിസൾട്ട് ഇങ്ങനെ ഉണ്ടാവും, 0 0 0 1 1. ഇതാണ് ഷിഫ്റ്റ് റൈറ്റിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് റൊട്ടേറ്റ്. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ എന്തുണ്ടാവും? 1 1 0 0 0. യെസ്, 1 1 ഇപ്പുറത്ത് വരും, 0 0 0. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ, ഷിഫ്റ്റ് ലെഫ്റ്റ് എ ബിറ്റ് ടു ലെഫ്റ്റ് രജിസ്റ്റർ എ. ഷിഫ്റ്റ് റൈറ്റ് എന്ന് വെച്ചാൽ ഒന്ന് രജിസ്റ്റർ ബി. സർക്കുലാർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഈ പറഞ്ഞ സർക്കുലാർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ A1 പ്ലേസിലോട്ട് AN വരും, റൈറ്റ് ആണെങ്കിൽ AN പ്ലേസിലോട്ട് ഈ ഒരു പാർട്ട് വരും. ഓർക്കുക, ഇത് N ആണ്. നമ്മൾ ലാസ്റ്റ് പാർട്ട് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ AN ആണെങ്കിൽ ഈ പാർട്ടിലോട്ട് ഇയാൾ വരും, റൈറ്റ് പാർട്ടിലാണെങ്കിൽ ഇയാൾ വരും. നമുക്ക് ALUവിനെ സംബന്ധിച്ചിടത്തോളം ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ ഷിഫ്റ്റ് ലെഫ്റ്റും ഷിഫ്റ്റ് റൈറ്റും ആണ് നമ്മൾ സിലബസിൽ പറയുന്നത്. ഷിഫ്റ്റ് ലെഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് റൈറ്റ് ഓർക്കുക. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഫസ്റ്റ് കേസിൽ എലിമിനേറ്റ് ആയിട്ട് പോകുന്നു, 0 വരുന്നു. ദെൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 0 വരുന്നു, ഒരു പാർട്ട് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ആ ഓക്കെ, ഇതിന്റെ ഓക്കെ കണ്ടന്റ് സ്ലൈഡും നോട്ടും കൂടി വായിക്കണം, കുറച്ചുകൂടി, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതുക, പ്രൊസസർ ലോജിക് ഡിസൈൻ. പ്രൊസസർ ലോജിക് ഡിസൈൻ. ഈ ഒരു ഡയഗ്രത്തിന്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരുമ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് കുറച്ച് മനസ്സിലാവും. ഞാനിത് ബിഗ് സ്ക്രീൻ ആക്കുവാണ്, ആരും ലീവ് ചെയ്യരുത്. ഹൗ പ്രൊസസർ പെർഫോമിംഗ് ഓപ്പറേഷൻ, അതാണ് നമ്മൾ പ്രൊസസർ ലോജിക് ഡിസൈനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ പറയാം, ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നോക്കുക, വി ഹാവ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ഇവിടെയാണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉള്ളത്. We have a function select here. Function select means we can perform arithmetic operation or logic operation. ഇനി ഷിഫ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു we can go for ഷിഫ്റ്റ് ലെഫ്റ്റ് ഓർ റൈറ്റ് ഷിഫ്റ്റ് നമുക്ക് ചെയ്യാം. അത് പെർഫോം ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ഷിഫ്റ്റർ യൂണിറ്റ് ഉണ്ട്. ഇതെങ്ങനെ ബിൽഡ് ചെയ്യും എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കും കേട്ടോ. ഹൗ ടു കോൺഫിഗർ എ ഷിഫ്റ്റർ നമ്മൾ പഠിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഓർക്കുക, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്തു, റിസൾട്ട് ഷിഫ്റ്ററിലേക്ക് വന്നു. റൈറ്റ് ഷിഫ്റ്റോ ലെഫ്റ്റ് ഷിഫ്റ്റോ വേണമെങ്കിൽ ഷിഫ്റ്ററിന് അത് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ റിസൾട്ടിനെ ഡയറക്റ്റ് ആയിട്ട് ത്രൂ ബസ് വഴി ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കാം. അതാണ് കോൺസെപ്റ്റ്. ഇനി ALU എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻ, നമ്മുടെ കയ്യിൽ 2 ഓപ്പറൻസ് ആണുള്ളത്. ALU പെർഫോം ദി ഓപ്പറേഷൻ, ആഫ്റ്റർ പെർഫോമിംഗ് ദി ടാസ്ക് നമ്മൾ തിരിച്ച് റിസൾട്ട് R0 ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ റൈറ്റ് ബാക്ക് ചെയ്യുന്നു. അതാണ് കോൺസെപ്റ്റ്. So we have 4 register R0, R1, R2 and R3 and 2 multiplexers. 2 multiplexers എന്തിനാണെന്ന് ചോദിച്ചാൽ A ഇൻപുട്ടും നമുക്ക് വേണം ALUലോട്ട്, B ഇൻപുട്ടും നമുക്ക് വേണം. ഇപ്പൊ നമ്മൾ ഇനീഷ്യലി കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു മൾട്ടിപ്ലക്സറിന് in order to select A means 1 operand from the register. ഈ 4 രജിസ്റ്ററിൽ നിന്നും Aനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു മൾട്ടിപ്ലക്സർ ഉണ്ട്. ഈ മൾട്ടിപ്ലക്സർ കണ്ടോ, കണക്റ്റഡ് ടു എല്ലാ രജിസ്റ്റേഴ്സുമായിട്ടാണ് കണക്ട് ആയിട്ടുള്ളത്. അപ്പം A ഓപ്പറന്റ് 2 സെലക്ഷൻ ലൈൻ വേണം. അത് അവര് തിയറിയിലേ പറയുന്നുള്ളൂ, ഡയഗ്രത്തിൽ അവര് ഇൻ ഓർഡർ ടു സെലക്ട് A എന്ന് മാത്രമേ ഡയഗ്രത്തിൽ പറയുന്നുള്ളൂ. അഭിനവാണെന്ന് തോന്നുന്നു, അഭിനവ് ഉദ്ദേശിച്ചത് ഇതാണ്. R0, R1, R2, R3 4 രജിസ്റ്റേഴ്സ് ഉണ്ട്. 4 രജിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 2 സെലക്ഷൻ ലൈൻ വേണം. അതുപോലെ തന്നെ B ഓൾസോ കണക്റ്റഡ് ടു 4 രജിസ്റ്റർ, Bക്കും 2 സെലക്ഷൻ ലൈൻ വേണം. അപ്പം ഫസ്റ്റ് ഓപ്പറന്റ് ഫെഡ് ത്രൂ മൾട്ടിപ്ലക്സർ A ആണ്. അപ്പം യൂസിങ് സെലക്ഷൻ സിഗ്നൽ ഏതെങ്കിലും ഒരു രജിസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, A ബസ്സിലേക്ക് പ്ലേസ് ചെയ്യാം.
മീൻസ് കണ്ടന്റ് ഓഫ് രജിസ്റ്റർ പാസ്ഡ് ടു അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ത്രൂ ബസ് എ. അതുപോലെ തന്നെ യൂസിങ് മൾട്ടിപ്ലക്സർ ഉപയോഗിച്ചിട്ട് ഓപ്പറന്റ് ബിനെയും നമുക്ക് എന്ത് ചെയ്യാം, എയിലേക്ക് ലോഡ് ചെയ്യാം. ദെൻ ഫംഗ്ഷൻ സെലക്ട് എന്ത് ചെയ്യുന്നു, ടാസ്ക് എന്താണോ അത് പെർഫോം ചെയ്യുന്നു. ഷിഫ്റ്റ് റിക്വയർഡ് ആണ് എങ്കിൽ പെർഫോമിങ് ഷിഫ്റ്റ് ഓപ്പറേഷൻ. ദെൻ റിസൾട്ട്, ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എസ് ബസ് യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റിലാണ് എസ് ബസ് യൂസ് ചെയ്ത് നമ്മൾ റിസൾട്ടിനെ നമുക്ക് ഐദർ R0 ഓർ R1 ഓർ R2 ഓർ R3യിലേക്ക് പ്ലേസ് ചെയ്യാം. ഏതാണ് ഡെസ്റ്റിനേഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ഡീകോഡർ ആണ്. ഡീകോഡർ ആണ് നമുക്ക് ലോഡ് സിഗ്നൽ തരുന്നത്. ദ റിസൾട്ട് ഈസ് റൈറ്റ് ബാക്ക് ടു ഇതിൽ ഏതെങ്കിലും ഒരു രജിസ്റ്റർ യൂസിങ് ദി ഡീകോഡർ. ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ALU ഒരു ടാസ്ക് പെർഫോം ചെയ്യാം. ഇനി റഫായിട്ട് ഒരു തിയറി പറയുകയാണെങ്കിൽ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എല്ലാ ഓപ്പറേഷൻ അരിത്തമെറ്റിക് ലോജിക് ആയിക്കോട്ടെ, എന്തുണ്ട്, വി ഹാവ് 2 ഓപ്പറൻസ്, എയും ബിയും ആയിരുന്നു ഓപ്പറൻസ്. മൈക്രോ ഓപ്പറേഷൻസ് ആയതുകൊണ്ട് ഓപ്പറൻസ് റിസൈഡ്സ് ഇൻ രജിസ്റ്റേഴ്സ് ആണ്. സോ രജിസ്റ്ററിലെ കണ്ടന്റ് നമ്മൾ ലോഡ് ചെയ്തു ടു ALU വിത്ത് ദി ഹെൽപ്പ് ഓഫ് മൾട്ടിപ്ലക്സർ. ദെൻ പെർഫോമിംഗ് ഓപ്പറേഷൻ ഷിഫ്റ്റ് റിക്വയർഡ് ആണെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും, അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രജിസ്റ്ററിലേക്ക് റിസൾട്ടിനെ റൈറ്റ് ബാക്ക് ചെയ്യുന്നു. ക്ലിയർ ആണോ? താങ്ക് യു അനന്യ, താങ്ക് യു അഭിഷേക്. സാർ ക്ലിയർ. ഓക്കെ, ഒരാളൊന്ന് പറയോ, ഒരാൾക്ക് പറയാൻ പറ്റുമോ ഇത്? അനുപമ ഒന്ന് പറഞ്ഞു നോക്കിയേ എന്റെ ഒരു സമാധാനത്തിന്. ഒന്നുമില്ല മോളെ, നമുക്ക് 2 ഓപ്പറൻസ് ഉണ്ട്. ഫെഡ് ടു ALU വിത്ത് ദി ഹെൽപ്പ് ഓഫ് മൾട്ടിപ്ലക്സർ. മൾട്ടിപ്ലക്സർ ആണ് ഓപ്പറൻസിനെ സെലക്ട് ചെയ്യുന്നത്. ദെൻ ALU പെർഫോം ദി ഓപ്പറേഷൻ. ഇഫ് ഷിഫ്റ്റ് റിക്വയർസ്, ഷിഫ്റ്റർ അത് പെർഫോം ചെയ്യും. ഇതാണ് അതിന്റെ തിയറി. ഞാൻ ഈ തിയറി ആദ്യം അങ്ങ് പ്രൊജക്ട് ചെയ്യാത്തത് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയാണ്. വി ഹാവ് 2 മൾട്ടിപ്ലക്സർ A and B. A and B ആർ അപ്ലൈ ടു കോമൺ ALU. നിങ്ങൾക്കറിയാം ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ ഇംപ്ലിമെന്റഡ് ബൈ ഷിഫ്റ്റ്. ഡെസ്റ്റിനേഷൻ റിസീവർ ആണ് ഡെസ്റ്റിനേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. 1 ഇൻപുട്ട് മൾട്ടിപ്ലക്സർ എയും മറ്റേ ഇൻപുട്ട് ത്രൂ മൾട്ടിപ്ലക്സർ ബിയും വരുന്നു. ALU സെലക്ട് ഇൻ ദി വേരിയസ് കോമ്പോണൻസ് ഇൻ ദി യൂണിറ്റ്. ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ALU. ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഡയഗ്രാം ആദ്യം റെപ്രസെന്റ് ചെയ്തത്. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, അപ്പം റെസ്പോണ്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അറ്റൻഡൻസ് തരാം. നിങ്ങളൊന്ന് പ്ലേസ് ചെയ്യുക അറ്റൻഡൻസ് 1 by 1 ആയിട്ട്. എല്ലാവരും ഇതുപോലെ റെസ്പോണ്ട് ചെയ്യുക പ്രോപ്പർലി.